ഹലോ ഗൈസ്, നവംബർ 29 മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന ദിവസം എന്ന് പറയാം. സിനിമ സ്വപ്നവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരുപിടി നല്ല കലാകാരന്മാർക്കുള്ള ഒരു ദിവസമാണ് നവംബർ 29. ആദ്യ സിനിമ കളം അറ്റ് 24. കേരളത്തിലെ വളരെ കുറച്ച് തിയേറ്ററുകളാണ് റിലീസാണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാകേഷ് കൃഷ്ണൻ കുറമ്പാല എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റായിട്ടുള്ള ഒരു രോഗിയായിട്ടുള്ള ഒരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്ന സിനിമയാണ് കളം അറ്റ് 24. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സിനി ഹൗസാണ്. അങ്ങനെ കുഞ്ഞു പ്രത്യേകതയുള്ള ഈ കളം അറ്റ് 24 എന്ന സിനിമയിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കേരളത്തിലെ വളരെ കുറഞ്ഞ പ്രമുഖ തിയേറ്റർ റിലീസാവുന്ന ഈ സിനിമ ഒട്ടേറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാണാൻ പോകുന്ന സിനിമയാണ്. ഒരു ആദ്യ സംവിധായകൻ്റെ ഒരു ആദ്യ സംരംഭം. എല്ലാ സൗഹൃദങ്ങളും കാണാൻ ശ്രമിച്ച് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേ ദിവസം റിലീസാവുന്ന മറ്റൊരു സിനിമയാണ് കാലവർഷക്കാറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു സിനിമയാണ്. SRM സിനിമാസിൻ്റെ ബാനറിലാണ് സിനിമ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ കഥയും സംവിധാനവും ബിജു സി കണ്ണൻ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സവാദ് ആലുവ. മലയാള സിനിമയിൽ അറിയപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു വന്ന സന്തോഷ് കീഴാറ്റൂർ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഈ സിനിമയിൽ പുതുമുഖങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. കാലവർഷക്കാറ്റ് എന്ന ടൈറ്റിലിൽ തന്നെ നമുക്ക് ഒരു പ്രധാന ഘടകം കാണുന്നു. സിനിമ എല്ലാവരും കാണുക, അഭിപ്രായം അറിയിക്കുക. മറ്റൊരു സിനിമയാണ് വവ്വാലും പേരയ്ക്കയും. നീണ്ട കാത്തിരിപ്പിന് ശേഷം സിനിമ റിലീസാവുകയാണ്. കഥയും തിരക്കഥയും മനോജ് ജി ചെയ്ത ഈ സിനിമ വവ്വാലും പേരയ്ക്കയും എന്ന ഒരു മനോഹര ടൈറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് അവസാനിപ്പിച്ചൊരു സിനിമയാണ്. RSJPA എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ റിലീസാവുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രഘുചന്ദ്രൻ ജി മേനോനാണ്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ജാഫർ ഇടുക്കിയുടെ ഏകദേശം 5 വർഷം മുമ്പുള്ള കഥാപാത്രത്തെ നമ്മൾക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിനെ പോലെയുള്ള ചെറിയ കഥാപാത്രങ്ങൾ, ക്യാരക്ടറുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം പുതുമുഖങ്ങൾ. കാത്തിരുന്ന് കാണാം ഈ സിനിമ. ജമീലാൻ്റെ പൂവൻ കോഴി, അതാണ് മറ്റൊരു സിനിമ. ഇത്ത പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആണ് ഈ സിനിമ നിർമ്മിക്കപ്പെടുന്നത്. ഇത്ത പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈസൽ കല്ലറക്കലും നൗഷാദ് ബക്കറും ചേർന്നാണ്. ഇതിൻ്റെ കഥയും സംവിധാനവും ഷാജഹാൻ നിർവഹിച്ചിരിക്കുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു സിനിമ കൂടിയാണ് ജമീലാൻ്റെ പൂവൻകോഴി. നാടൻ ഒരു കഥാപാത്രങ്ങളിലൂടെ ആഴ്ന്നിറങ്ങുന്ന നാടൻ ടൈറ്റിലൂടെ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ ടൈറ്റിലോട് കൂടി റിലീസാവുകയാണ്. എല്ലാവരും കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ബഡ്ജറ്റ് ലാബ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഈ സിനിമയുടെ റണ്ണിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനേഷ് വിശ്വനാഥ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നിഷാന്ത് കെ പിള്ള, മുഹമ്മദ് റാഫി MA. എന്തായാലും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ഈ ഒരു കുഞ്ഞു സിനിമയിൽ ഒട്ടേറെ പുതുമുഖങ്ങളും
അതുപോലെ തന്നെ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന മറ്റ് ഒരുപാട് താരങ്ങളും അണിനിരക്കുന്ന ഒരു സിനിമയാണ്. കേന്ദ്ര കഥാപാത്രത്തിൽ അജു വർഗീസ് കേന്ദ്ര കഥാപാത്രത്തെ ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റു ഒരുപാട് കഥാപാത്രങ്ങൾ കോർത്തിണക്കിയ ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. കാത്തിരുന്ന് കാണാം വിജയവും പരാജയവും. ഇനി പറയാനുള്ളത് വല്യേട്ടൻ. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കലാഭവൻ മണി എന്ന ഹാസ്യ ജനമനസ്സിൽ ഇടം പിടിച്ച താരം വില്ലനായി വന്ന ഒരു സിനിമ. ലെജൻഡ് മമ്മൂക്ക എന്ന മഹാനടൻ മനോഹരമാക്കിയ അറക്കൽ മാധവനുണ്ണി എന്ന ഗംഭീര കഥാപാത്രവുമായി വന്ന വല്യേട്ടൻ. ഷാജി കൈലാസിൻ്റെ സംവിധാനം, കഥ രഞ്ജിത്ത്, പ്രൊഡ്യൂസ് ചെയ്തത് ബൈജു അമ്പലക്കരയും അനിൽ അമ്പലക്കരയും. നീണ്ട മലയാള സിനിമയിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നായകന്മാരും നായികമാരും അണിനിരന്ന ഒരു സിനിമയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളുടെ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഓളം സൃഷ്ടിച്ച വല്യേട്ടൻ ഒന്നുകൂടെ 4K റെസൊല്യൂഷനിൽ ഡോൾബി അറ്റ്മോസിൽ നല്ല സൗണ്ടോടും നല്ല പിക്ചർ ക്വാളിറ്റിയോടും കൂടി റിലീസാവുകയാണ്. വല്യേട്ടൻ എന്ന സിനിമയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ സിനിമ ഇന്ന് പുതിയ ജനറേഷനും പഴയ ജനറേഷനും കാണാൻ വേണ്ടി വീണ്ടും ഒരുക്കുന്നു അമ്പലക്കര ഫിലിംസ്. വല്യേട്ടൻ എന്ന സിനിമയുടെ മറ്റൊരു പ്രത്യേകത ശോഭന എന്ന് പറയുന്ന നായിക കൂടിയാണ്. സിദ്ദീഖ്, മനോജ് കെ ജെയിൻ, സായ് കുമാർ, സുധീഷ്, അങ്ങനെ നീണ്ട ഒരു വലിയ നിര തന്നെ വല്യേട്ടൻ എന്ന സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ സ്വീകരിച്ച അറക്കൽ മാധവനുണ്ണിയും ഭാവയും കലാഭവൻ മണി എന്ന് പറയുന്ന അനശ്വര നടൻ്റെ കാട്ടിപ്പള്ളി പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രവും വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ്. കാത്തിരുന്ന് കാണാം. വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തന്ന വല്യേട്ടൻ ഈ ജനറേഷനിലും വിജയിക്കുമോ പരാജയപ്പെടുമോ, തിയേറ്ററിൽ പ്രേക്ഷകർ ഉണ്ടാകുമോ എന്ന്. എന്തായാലും റിലീസാവുന്ന വല്യേട്ടൻ എന്ന സിനിമയോടുകൂടി റിലീസാവുന്ന മറ്റു സിനിമകൾക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. സൈനിങ് മൈ മൂവീസ്.